വിഡീസ് ടവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രവാസി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ കേന്ദ്ര പ്രവാസികാര്യ മന്ത്രാലയത്തിന്റെ ഉന്നതതല സംഘം യുഎഇയിൽ. തൊഴിൽ മന്ത്രാലയവുമായി ചർച്ച നടത്തി. നാളെ പ്രവാസി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച. സൗദിയിൽ വിദേശ തൊഴിലാളികൾക്ക് 5 വർഷ കാലാവധിയുള്ള തിരിച്ചറിയൽ കാർഡ് നൽകി തുടങ്ങി. കാർഡുകൾ പുറത്തിറക്കിയത് ആഭ്യന്തര മന്ത്രാലയം. കാർഡിന്റെ കാലാവധി ഓൺലൈനിൽ പരിശോധിക്കാം. യമൻ സിറിയ പ്രശ്നങ്ങളിൽ സമവായ നീക്കത്തോട് യോജിപ്പില്ലെന്ന് സൗദി സഖ്യസേന. ലക്ഷ്യം പൂർത്തീകരിക്കും വരെ ശക്തമായ ആക്രമണം തുടരും. ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന അനുരഞ്ജന ശ്രമങ്ങൾക്ക് തിരിച്ചടി. സൗദിയിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സൂക്ഷ്മ പരിശോധന കർശനമാക്കിയതോടെ വ്യവസായ ആരോഗ്യ രംഗത്ത് നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതായി റിപ്പോർട്ട്. വെട്ടിലായത് അംഗീകാരമില്ലാത്ത കോളേജുകളിൽ പഠിച്ചിറങ്ങിയവർ. 10 മാസത്തിനുള്ളിൽ പിടികൂടിയത് 760 വ്യാജ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകൾ. വിശദമായ വാർത്തകളിലേക്ക്. പ്രവാസി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുകയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര പ്രവാസികാര്യ മന്ത്രാലയത്തിന്റെ ഉന്നതതല സംഘം യുഎഇയിലെത്തി. മന്ത്രാലയം സെക്രട്ടറി എ.കെ. അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയിരിക്കുന്നത്. പ്രവാസി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കൂ എന്ന ലക്ഷ്യത്തോടെ യുഎഇയിലെത്തിയ കേന്ദ്ര പ്രവാസികാര്യ മന്ത്രാലയത്തിന്റെ ഉന്നതതല സംഘം യുഎഇ തൊഴിൽ മന്ത്രാലയം അധികൃതരുമായും സാംസ്കാരിക യുവജനക്ഷേമകാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സർക്കാർ ഈയിടെ നടപ്പാക്കിയ ഇ-മൈഗ്രേറ്റ് സംവിധാനവും ചർച്ചാ വിഷയമായി. വരും ദിവസങ്ങളിൽ വിവിധ പ്രവാസി സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. യുഎഇയിലെ തൊഴിലാളി സമൂഹത്തിനായി ചെയ്യുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ യുഎഇ തൊഴിൽ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഇന്ത്യൻ സംഘത്തിന് വിശദീകരിച്ചു കൊടുത്തു. ഇന്ത്യൻ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്തു. 26 ലക്ഷം ഇന്ത്യക്കാർ യുഎഇയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് ഇന്ത്യൻ എംബസിയുടെ കണക്ക്. ഇതിൽ 60% ബ്ലൂ കോളർ തൊഴിലാളികളാണ്. മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായുള്ള കൂടിക്കാഴ്ചയിൽ യുഎഇയിലെ ഇന്ത്യൻ അംബാസഡർ ടി.പി. സീതാറാം, വ്യവസായ പ്രമുഖൻ എം.എ. യൂസുഫ് അലി എന്നിവരും പങ്കെടുത്തു. യുഎഇയിലെ തൊഴിൽദാതാക്കളുമായി ചർച്ച നടത്തിയ സംഘം ഇ-മൈഗ്രേറ്റ് സംവിധാനത്തെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് അബുദാബി ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ പ്രവാസി സംഘടനാ പ്രതിനിധികളുമായി സംഘം സംവദിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലും സമാന പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. പ്രവാസികൾക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വിവിധ പദ്ധതികളെക്കുറിച്ച് പരിപാടിയിൽ വിശദീകരിക്കും. മുസഫ ഐക്കാർഡ് സിറ്റിയിലെയും ഷാർജയിലെയും ലേബർ ക്യാമ്പുകളിൽ സംഘം സന്ദർശനം നടത്തും. പ്രമുഖ ഇന്ത്യൻ വ്യവസായികളുമായി കൂടിക്കാഴ്ചയും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തേണ്ടതിന്റെ ആവശ്യകത സംഘം ബോധ്യപ്പെടുത്തും. എംബസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിലും അഗർവാളും സംഘവും സന്ദർശനം നടത്തും. മീഡിയ 1 അബുദാബി. സൗദിയിൽ വിദേശ തൊഴിലാളികൾക്കുള്ള 5 വർഷത്തെ തിരിച്ചറിയൽ കാർഡ് നൽകി തുടങ്ങി. ഹിജ്റ പുതുവർഷമായ ഇന്നു മുതലാണ് കാർഡുകൾ നൽകി തുടങ്ങിയത്. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ പാസ്പോർട്ട് വിഭാഗമാണ് കാർഡുകൾ നൽകുന്നത്. രുക്സത്ത് ഇഖാമ എന്നതിനു പകരം ഹുവിയത് മുഖീം എന്നാണ് പുതിയ തിരിച്ചറിയൽ കാർഡിൽ മുദ്രണം ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിൽ റെസിഡന്റ് ഐഡന്റിറ്റി എന്നും പുതിയ കാർഡിൽ ഉണ്ട്. 5 വർഷമാണ് പുതിയ തിരിച്ചറിയൽ കാർഡിന്റെ കാലാവധി. തൊഴിലാളിയുടെ പേര്, തിരിച്ചറിയൽ കാർഡ് നമ്പർ, രാജ്യം, മതം, ജനനതീയതി, പ്രൊഫഷൻ, വർക്ക് പെർമിറ്റ് നമ്പർ, സ്പോൺസറുടെ പേര് തുടങ്ങിയ വിവരങ്ങളാണ് പുതിയ തിരിച്ചറിയൽ കാർഡിൽ ഉള്ളത്. കാർഡിന്റെ കാലാവധി ഓൺലൈനിൽ പരിശോധിക്കാമെന്നതും 5 വർഷം കഴിയുമ്പോൾ ഇലക്ട്രോണിക് രീതിയിൽ പുതുക്കാം എന്നതും പുതിയ തിരിച്ചറിയൽ കാർഡിന്റെ പ്രത്യേകതയാണ്. മീഡിയ 1 റിയാദ്. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും സ്വത്ത് വിവരം വെളിപ്പെടുത്തണമെന്ന് കുവൈത്ത്. നടപടി ഭരണം സുതാര്യമാക്കാനും അഴിമതി തടയാനുമെന്നാണ് വിശദീകരണം. സത്യവാങ്മൂലം നൽകാത്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രിസഭ മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബർ അൽ മുബാറക് അസബാഹിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ബയാൻ പാലസിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് സ്വത്ത് വിവരം വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. മന്ത്രിമാരും മറ്റുന്നത ഉദ്യോഗസ്ഥരും തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ആസ്തികളും വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം ഉടൻ അഴിമതി വിരുദ്ധ അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. അഴിമതി ആരോപണത്തെ തുടർന്ന് നിലവിലെ മന്ത്രിസഭയിൽ നിന്ന് ജലവൈദ്യുത മന്ത്രി സ്ഥാനമൊഴിയേണ്ടി വന്നിരുന്നു. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും അടുത്ത കാലത്തായി ക്രമക്കേടുകളിൽ പിടിക്കപ്പെട്ടു. ഇത്തരം അഴിമതി ആരോപണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഭരണസുതാര്യത ഉറപ്പാക്കാൻ അധികൃതർ നടപടി ആരംഭിച്ചത്. സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താതിരിക്കുകയോ തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിസഭായോഗം മുന്നറിയിപ്പ് നൽകി. പദ്ധതിക്ക് തുടക്കമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബർ അൽ മുബാറക് അസബാഹ് അഴിമതി വിരുദ്ധ സമിതിക്ക് മുമ്പാകെ കഴിഞ്ഞ ദിവസം സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച സത്യവാങ്മൂലം സമർപ്പിച്ചു. മീഡിയ 1 കുവൈത്ത്.
ആരോഗ്യ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വ്യവസായ ആരോഗ്യ മന്ത്രാലയം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങിയതോടെ ഈ മേഖലയിലുള്ള നിരവധി പേർക്ക് ജോലി നഷ്ടമാകുന്നതായി റിപ്പോർട്ടുകൾ. അംഗീകാരമില്ലാത്ത കോളേജുകളിലും നഴ്സിംഗ് കൌൺസിൽ അംഗീകരിച്ച ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കോളേജുകളിലും പഠിച്ചവരാണ് വെട്ടിലാകുന്നത്. നിരവധി ആളുകൾക്ക് ഇതിനകം ജോലി നഷ്ടമായിട്ടുണ്ട്. സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയറിംഗ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ 10 മാസത്തിൽ 760 വ്യാജ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 376 ഇന്ത്യക്കാരാണ്. ആരോഗ്യ മന്ത്രാലയവും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി വ്യാജമെന്നും കണ്ടെത്തിയവരെ നാടുകടത്തുകയാണ്. കിഴക്കൻ പ്രവിശ്യയിൽ കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ 32 മലയാളികൾ ഇത്തരത്തിൽ പിടിക്കപ്പെട്ടതായി വിവിധ ആശുപത്രി അധികൃതർ അറിയിച്ചു. 2 വർഷം മുതൽ 20 വർഷത്തിലേറെ ജോലി ചെയ്തവർ വരെ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. സൗദിയിലെ വർക്കിംഗ് ലൈസൻസ് പുതുക്കുന്ന വേളയിലാണ് പലപ്പോഴും സർട്ടിഫിക്കറ്റുകൾ പിടിക്കപ്പെടുന്നത്. വ്യാജ അറ്റസ്റ്റേഷൻ നടത്തിയതിന്റെ പേരിലും പലർക്കും ജോലി നഷ്ടമായിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഹൈദരാബാദ്, പൂനെ, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണ്. ദമാമിൽ പ്രമുഖ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന കൊല്ലം സ്വദേശി ഫാമിലി വിസയ്ക്ക് അപേക്ഷിച്ചപ്പോൾ സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് വ്യാജ അറ്റസ്റ്റേഷൻ നടത്തിയെന്നതിന്റെ പേരിൽ സ്ഥാപനം അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അൽക്കോബാറിലെ പ്രമുഖ ആശുപത്രിയിൽ 4 വർഷമായി ജോലി ചെയ്തിരുന്ന ഇടുക്കി സ്വദേശിനിയുടെ സർട്ടിഫിക്കറ്റ് അംഗീകാരമില്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് മടങ്ങിയത്. കുടുംബവുമൊത്ത് ജീവിക്കുന്ന പലരും ആശങ്കയിലായിട്ടുണ്ട്. ഇതേപോലെ വ്യാജ പ്രവർത്തന പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവരും പിടിക്കപ്പെട്ടവരിലുണ്ട്. അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയാൽ ഇവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി നാടുകടത്തുകയാണ് പതിവ്. എന്നാൽ വ്യാജ അറ്റസ്റ്റേഷനുമായി പിടിക്കപ്പെടുന്നവരുടേത് കേസാവുകയും പിഴയും തടവും ഉൾപ്പെടെയുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. മുഹമ്മദ് ഷരീഫ്, മീഡിയ 1, ദമാം. സൗദിയിൽ പുതിയ തൊഴിൽ നിയമം ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. പഴയ നിയമത്തിന്റെ 38 അനുച്ഛേദങ്ങളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തിയാണ് പുതിയ നിയമം പ്രാബല്യത്തിലാവുന്നത്. അന്താരാഷ്ട്ര തൊഴിൽ നിയമത്തോട് കൂടുതൽ പൊരുത്തപ്പെടുന്ന തൊഴിൽ നിയമത്തിൽ തൊഴിലാളി, തൊഴിലുടമ, തൊഴിൽ സ്ഥാപനം എന്നിവയുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. നിയമത്തെക്കുറിച്ച് വിശദീകരിക്കാൻ സഹമന്ത്രി വ്യാഴാഴ്ച രാവിലെ മന്ത്രാലയ ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി KCM അബ്ദുള്ള ചേരുന്നു. ശ്രീ KCM അബ്ദുള്ള, സൗദിയിൽ ഞായറാഴ്ച മുതൽ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കുമോ പുതിയ തൊഴിൽ നിയമം? എന്താണ് ഇത് സംബന്ധിച്ച് നൽകാനാവുന്ന വിശദാംശങ്ങൾ? കിഷ, തീർച്ചയായും അത്തരമൊരു വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്നത്. അല്പം മുമ്പ് റിയാദിൽ തൊഴിൽ മന്ത്രാലയം യുവാക്കൾക്കായി സംഘടിപ്പിച്ച ഒരു പ്രത്യേക പരിപാടിക്കിടെയാണ് തൊഴിൽ മന്ത്രി ആദിൽ മുഫ്രിജ് അൽ ഹക്ബാനി മീഡിയ 1 പ്രത്യേക അഭിമുഖം അനുവദിച്ചിരുന്നു. ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും തൊഴിലാളികൾക്കും സ്പോൺസർമാർക്കും രാജ്യത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന രീതിയിലാണ് തൊഴിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത് എന്നാണ്. നമ്മുടെ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ നാളെ രാവിലെ തൊഴിൽ മന്ത്രാലയ ആസ്ഥാനത്ത് നടക്കുന്ന പത്രസമ്മേളനത്തിലാണ് തൊഴിൽ ഭേദഗതികളെ കുറിച്ചുള്ള വിശദീകരണം ഉണ്ടാവുക. അടുത്ത ആഴ്ചയിലെ ആദ്യ പ്രവൃത്തി ദിവസമായ ഞായറാഴ്ചയോടെ മാത്രമാണ് ഇത് പ്രാബല്യത്തിലാവുക. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായി മിസാക്കാത്ത് എന്ന പേരിൽ സൗദി തൊഴിൽ രംഗത്ത് വിപുലമായ അഴിച്ചുപണികൾ വന്നിരുന്നു. എന്നാൽ ഇത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ തൊഴിലാളികളും തൊഴിലുടമയും വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ പ്രശ്നങ്ങളെ പൂർണ്ണമായും കറക്റ്റ് ചെയ്തുകൊണ്ട് തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ഭേദഗതിയാണ് തീർച്ചയായും നാളെ പ്രഖ്യാപിക്കാനിരിക്കുന്നത് എന്ന് നമുക്ക് അല്പം മുമ്പാണ് മുഫ്രിജ് അൽ ഹക്ബാനി മീഡിയ 1 പറഞ്ഞിരിക്കുന്നത്. സൗദിയിൽ പുതിയ തൊഴിൽ നിയമം ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളാണ് റിയാദിൽ നിന്നും KC അബ്ദുള്ള നൽകിയത്. ഷാർജയിൽ ഭക്ഷ്യസുരക്ഷയ്ക്കും വിലവർധന നിയന്ത്രണത്തിനും കർശനമായ നടപടി വരുത്തുമെന്ന് ഫുഡ് കൺട്രോൾ അതോറിറ്റി. ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അതോറിറ്റി പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ആരോഗ്യകരമായ ഭക്ഷണ രീതിയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനുമാണ് ഷാർജ ഫുഡ് കൺട്രോൾ അതോറിറ്റി ആലോചിക്കുന്നത്. 3 തരത്തിലാണ് ക്യാമ്പയിൻ നടത്തുക. ഓരോ ഭക്ഷ്യവസ്തുക്കളിലും അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയെന്ന് ജനങ്ങളെ അറിയിക്കലാണ് ഇതിൽ പ്രധാനം. അതുവഴി ജനങ്ങൾക്ക് അനുയോജ്യമായ ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. ഓരോ ഭക്ഷ്യവസ്തുക്കളും എത്ര കാലം വരെ സൂക്ഷിച്ചുവെക്കാൻ കഴിയുമെന്നറിയുന്നതിനും ഈ ബോധവൽക്കരണ ക്യാമ്പയിൻ ഏറെ ഉപകരിക്കും. പലപ്പോഴും നിശ്ചിത കാലയളവിലധികം ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചുവെച്ച് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമായി മാറുകയും മരണം വരെ സംഭവിക്കാറുമുണ്ട്. മാർക്കറ്റിൽ ഓരോ ഇനം ഭക്ഷ്യവസ്തുക്കളും സൂക്ഷിച്ചുവെക്കേണ്ട രീതിയും ജനങ്ങളെ അറിയിക്കും. കുട്ടികളെ ഭക്ഷ്യരീതിയെ സംബന്ധിച്ച് ബോധവൽക്കരിക്കുന്നതിന് കാർട്ടൂണുകൾ അടങ്ങിയ പ്രത്യേക ലഘുലേഖകളും പ്രസിദ്ധീകരിക്കും.
ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച് മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും വ്യാപകമായി ബോധവൽക്കരണം നടത്തും. വിപണിയിൽ ലഭ്യമാക്കുന്ന മാംസ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ഇൻസ്പെക്ടർമാർ പ്രതിദിന പരിശോധന നടത്തുന്നുണ്ട്. നിലവിൽ വിപണിയിൽ ലഭ്യമാക്കുന്ന മാംസ ഉൽപ്പന്നങ്ങൾ ഗുണമേന്മ ഉള്ളവയാണെന്നും അധികൃതർ പറഞ്ഞു. കടകളിൽ പച്ചക്കറികൾ അലക്ഷ്യമായി സൂക്ഷിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും പിഴശിക്ഷ ചുമത്തുന്നുമുണ്ട്. 2006 മുതൽ തന്നെ മരം കൊണ്ടുള്ള ഷെൽഫുകളിൽ പച്ചക്കറി ഇനങ്ങൾ സൂക്ഷിക്കരുതെന്ന് ഫുഡ് അതോറിറ്റി കർശനമായ നിയമം കൊണ്ടുവന്നിരുന്നു. അലൂമിനിയം ഷെൽഫുകളിലാണ് ഇവ സൂക്ഷിക്കേണ്ടത്. ഭക്ഷ്യസുരക്ഷയും വില നിയന്ത്രണ നിർദ്ദേശവും ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 ഷാർജ. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസനത്തിന് ആവശ്യമായ സൗകര്യം ലഭിക്കാത്തത് തടസ്സമാകുന്നതായും വികസന വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായ നിലപാട് സ്വീകരിക്കണമെന്നും കോഴിക്കോട് MP MK രാഘവൻ പറഞ്ഞു. ബഹ്റൈനിൽ ഹ്രസ്വ സന്ദർശനത്തിനെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിപ്പൂർ വിമാനത്താവളത്തിന്റെയും ദേശീയപാതയുടെയും വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന സമീപനങ്ങൾ മാറണമെന്ന് കോഴിക്കോട് MP MK രാഘവൻ പറഞ്ഞു. ആവശ്യമായ ഭൂമി വിട്ടുകിട്ടാതിരിക്കുന്നത് വിമാനത്താവളത്തിന്റെ വികസനത്തിന് തടസ്സമാവുകയാണ്. ഇത് പരിഹരിക്കുവാൻ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും പൊതുജനവും ഒറ്റക്കെട്ടായ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വർഷം 30 ലക്ഷം മുതൽ 40 ലക്ഷം വരെ യാത്രക്കാർ ഉണ്ടാകുന്ന ഒരു വിമാനത്താവളമാണിത്. അതനുസരിച്ചുള്ള ഒരു സൗകര്യം എക്സ്പാൻഷൻ ഉണ്ടാകുന്നില്ല, എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നില്ല. 14 വർഷമായി സിവിൽ ഏവിയേഷൻ ആവശ്യപ്പെടുന്ന കാര്യമുണ്ട്. 137 ഏക്കർ ഭൂമി അതിൻ്റെ എക്സ്പാൻഷൻ വർക്കിന് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ന് വരെ ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റക്കെട്ടായി സർക്കാരും രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വന്നാൽ മാത്രമേ വിമാനത്താവളം ഉൾപ്പെടെ റോഡ് ഉൾപ്പെടെ യാഥാർത്ഥ്യമാകൂ. സീസൺ കാലത്തെ വർദ്ധിച്ച വിമാന നിരക്കും പ്രവാസികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളും അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാതയിൽ വർദ്ധിച്ചു വരുന്ന അപകട മരണങ്ങൾ കുറക്കാൻ 45 മീറ്റർ റോഡ് വികസനം അനിവാര്യമാണെങ്കിലും വികസനത്തോടുള്ള സമീപനം ഇക്കാര്യത്തിൽ പ്രതിബന്ധമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1 ബഹ്റൈൻ. നഴ്സിംഗ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് നഴ്സസ് സൊസൈറ്റി മേധാവി ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് പാർലമെന്റ് അംഗം ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. വിദേശ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനായി ആരോഗ്യ മന്ത്രാലയം നിയോഗിച്ച റിക്രൂട്ടിംഗ് കമ്പനികളുടെ പേരും അനുവദിച്ച കോട്ടയും പരസ്യപ്പെടുത്തണമെന്നും MP ആവശ്യപ്പെട്ടു. ആരോഗ്യ മന്ത്രാലയത്തിൽ ജോലി ലഭിക്കുന്നതിന് വിദേശ നഴ്സുമാർ ആയിരക്കണക്കിന് ദിനാർ കൈക്കൂലി കൊടുക്കേണ്ട സാഹചര്യമാണെന്നായിരുന്നു കുവൈറ്റ് നഴ്സസ് സൊസൈറ്റി മേധാവിയുടെ വെളിപ്പെടുത്തൽ. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് പാർലമെന്റ് അംഗം റഗാൻ അൽ നുസ്ഫ് ആരോഗ്യമന്ത്രി അലി അൽ ഉബൈദിനോട് ആവശ്യപ്പെട്ടു. റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കോടിക്കണക്കിന് ദിനാറിന്റെ അഴിമതിയിലേക്കാണ് സൊസൈറ്റി മേധാവിയുടെ പ്രസ്താവന വിരൽ ചൂണ്ടുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന നഴ്സുമാരുടെ യോഗ്യതയിലും സൊസൈറ്റി സംശയമുന്നയിച്ച സാഹചര്യത്തിൽ വിഷയത്തിൽ നിലവിൽ അന്വേഷണം നടക്കുകയോ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് തെളിയിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം സർക്കാർ വെളിപ്പെടുത്തണമെന്നും റഗാൻ അൽ നുസ്ഫ് ആവശ്യപ്പെട്ടു. റിക്രൂട്ടിംഗ് ഏജൻസികളുമായി ആരോഗ്യ മന്ത്രാലയം നടത്തിയ എഴുത്തുകുത്തുകൾ പരസ്യപ്പെടുത്തണം. കമ്പനികളുടെ പേരും കോട്ടയും പ്രസിദ്ധീകരിക്കുന്നതിനോടൊപ്പം കോട്ട നിശ്ചയിക്കുന്നത് ആരാണെന്ന് വ്യക്തമാക്കണം. ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാരുടെ നിയമനത്തിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആളൊന്നിന് $7,000 വീതം കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. 7 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഒമാനിലേക്ക് കയറ്റിയയക്കുന്നതിന് റോയൽ ഒമാൻ പോലീസ് വിലക്ക് ഏർപ്പെടുത്തി. ഈ മാസം 19 മുതലാണ് നിരോധനം നിലവിൽ വരിക. ഇക്കാര്യം സംബന്ധിച്ച് പോലീസ് ഇന്ന് മുഴുവൻ അതിർത്തി ചെക്ക് പോസ്റ്റുകൾക്കും നിർദ്ദേശം നൽകി. 2008 മുമ്പ് നിർമ്മിച്ച മുഴുവൻ വാഹനങ്ങൾക്കും ഒമാനിലേക്ക് കയറ്റുമതി അനുമതി നൽകുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് റോയൽ ഒമാൻ പോലീസ് മുഴുവൻ അതിർത്തികളിലെയും ഡ്യൂട്ടി ഓഫീസർമാർക്ക് സർക്കുലർ അയച്ചത്. ഈ മാസം 19 മുതലാണ് വിലക്ക് നിലവിൽ വരിക. UAE-യിൽ നിന്ന് പഴക്കമുള്ള സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങി ഒമാനിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന വ്യാപാരികൾ നിരവധിയാണ്. ഇത്തരത്തിൽ ഗുണമേന്മ കുറഞ്ഞ വാഹനങ്ങൾ രാജ്യത്തെത്തുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. മോട്ടോർ ബൈക്കുകൾക്കും വിലക്ക് ബാധകമാണ്. മെന മേഖലയിലെ ഏറ്റവും വലിയ സെക്കൻഡ് ഹാൻഡ് വാഹന മാർക്കറ്റാണ് ഷാർജയിലെ അബു ഷാഗാറ. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഒമാനിലേക്ക് എത്തുന്നത്. വില കുറവായതിനാൽ പ്രവാസികളും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്കായി ഈ രീതി അവലംബിക്കാറുണ്ട്. എന്നാൽ 7 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ വാങ്ങിയാൽ ഇനി മുതൽ അതിർത്തി കടക്കാൻ അനുമതി ലഭിക്കില്ല. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 മസ്കത്ത്. കുവൈത്തിൽ വ്യാജ മൊബൈൽ വിൽപ്പന വ്യാപകമായതായി വാണിജ്യ മന്ത്രാലയം. വിവിധ കമ്പനികളുടെ മുന്തിയ മോഡലുകളിലെ മൊബൈൽ ഫോണുകൾ കുറഞ്ഞ വിലയ്ക്ക് വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ടെന്നാണ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വ്യാജ ഗ്യാരണ്ടി കാർഡും വാറണ്ടിയും ഉപയോഗിച്ചാണ് കച്ചവടക്കാർ ഡ്യൂപ്ലിക്കേറ്റ് മൊബൈൽ ഫോണുകൾ വിൽപ്പന നടത്തുന്നതെന്ന് വാണിജ്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. വില പേശുന്നവർക്ക് ഒറിജിനൽ മൊബൈലിന്റെ വിലയേക്കാൾ പകുതി വിലക്കുറവിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭിക്കുന്ന സാഹചര്യമുണ്ട്.
അംഗീകാരവും ലൈസൻസുമില്ലാത്ത അനധികൃത മൊബൈൽ ഷോപ്പുകൾ വഴിയാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ കൂടുതലും വിറ്റഴിക്കപ്പെടുന്നത്. മൊബൈൽ ഫോൺ വാങ്ങുന്നവർ അംഗീകൃത ഏജൻസികളെയോ ലൈസൻസുള്ള സ്ഥാപനങ്ങളെയോ സമീപിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളെയും ഓൺലൈൻ വ്യാപാരികളെയും കരുതിയിരിക്കണമെന്നും മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ഉപയോഗിച്ചു കഴിഞ്ഞ ഫോണുകളിൽ അഴിച്ചുപണി നടത്തി പുതിയതെന്ന വ്യാജേന വിൽപ്പന നടത്തുന്ന രീതിയും വ്യാജ കച്ചവടക്കാർക്കിടയിലുണ്ട്. തട്ടിപ്പിനിരയാവുന്നവർ ഉടൻ പരാതി നൽകണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിലെ പ്രമാദമായ അബ്ദലി ചാരക്കേസ് ഈ മാസം 21-ന് വീണ്ടും വിചാരണയ്ക്കെടുക്കും. ജസ്റ്റിസ് മുഹമ്മദ് അൽ ദയീജിന്റെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച നടന്ന സിറ്റിംഗിലാണ് തുടർ വിചാരണ 21-ലേക്ക് മാറ്റിയത്. ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് കോടതി മൊഴിയെടുത്തു. പിടികൂടിയ ആയുധങ്ങൾ കുവൈത്തിൽ നിർമ്മിച്ചതാണെന്നും അധിനിവേശകാലത്ത് ഉപേക്ഷിക്കപ്പെട്ടതാണെന്നുമുള്ള വാദം തെറ്റാണെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ കോടതിയിൽ ബോധിപ്പിച്ചു. 34ാമത് സൗദി രാജ്യാന്തര കാർഷിക മേളയും 22ാമത് ഭക്ഷ്യോൽപ്പന്ന മേളയും ഇന്ന് അവസാനിക്കും. സൗദി കൃഷി മന്ത്രാലയത്തിന്റെയും റിയാദ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും നേതൃത്വത്തിൽ റിയാദ് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് മേള നടക്കുന്നത്. ലോകരാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന മേളയിൽ ഇന്ത്യൻ പവലിയനുകളും ഉണ്ട്. ഇന്ത്യ ഉൾപ്പെടെ 24 രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളും സർക്കാർ സ്ഥാപനങ്ങളുമാണ് മേളയിൽ അണിനിരന്നിട്ടുള്ളത്. ഭക്ഷ്യോൽപാദന, വിപണന, കയറ്റുമതി രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് മുഖ്യമായും മേളയിലുള്ളത്. കാർഷിക രംഗത്തെയും ഭക്ഷ്യ നിർമ്മാണ സംസ്കരണ രംഗത്തെയും ലോകത്ത് ലഭ്യമായ നൂതന സൗകര്യങ്ങളും സംവിധാനങ്ങളും പരിചയപ്പെടുത്തുന്ന മേളയിൽ വിത്ത് മുതൽ കൊയ്ത്തുപകരണങ്ങൾ വരെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും എത്തിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ സ്വദേശികൾക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നതിന് പ്രവർത്തിക്കുന്ന സർക്കാർ, അർദ്ധ സർക്കാർ സംരംഭങ്ങളും മേളയിൽ സജീവമാണ്. ഇന്ത്യൻ ഭക്ഷ്യവസ്തുക്കളുടെ ആഗോളതലത്തിലെ 4ാമത്തെ വലിയ വിപണിയാണ് സൗദി അറേബ്യ. എന്നാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മേളയിൽ ഇത്തവണ ഇന്ത്യയുടെ സാന്നിധ്യം പരിമിതമായിരുന്നു. പോയ വർഷം 50 കമ്പനികൾ പങ്കെടുത്ത സ്ഥാനത്ത് ഇത്തവണ 6 കമ്പനികൾ മാത്രമാണ് പ്രദർശനത്തിനെത്തിയത്. ഓസ്ട്രേലിയ, ബ്രസീൽ, അർജന്റീന, ചൈന, പാകിസ്ഥാൻ, സ്പെയിൻ, തുർക്കി തുടങ്ങി നിരവധി രാജ്യങ്ങളുടെ സജീവ സാന്നിധ്യം മേളയിലുണ്ട്. റിയാദിലെ കാർഷിക മേളയിൽ നിന്നും KCM അബ്ദുള്ള, മീഡിയ 1. ഖത്തറിൽ നിന്ന് സ്വകാര്യ വാഹനങ്ങളിൽ ഉംറ യാത്ര നടത്തുന്നതിന് സൗദി അറേബ്യ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം എടുത്തുമാറ്റി. അതേസമയം സന്ദർശക വിസയിലെത്തുന്നവർക്ക് ഉംറ നിർവഹിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരും. കഴിഞ്ഞ ഉംറ സീസണിലാണ് ഖത്തറിൽ നിന്ന് സ്വകാര്യ വാഹനങ്ങളിൽ ഉംറ നിർവഹിക്കാനായുള്ള യാത്രകൾക്ക് സൗദി അറേബ്യ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതിനു പുറമെ സന്ദർശക വിസയിൽ കഴിയുന്നവർക്ക് ഖത്തറിൽ നിന്ന് ഉംറ നിർവഹിക്കാൻ പുറപ്പെടുന്നതിനും കഴിഞ്ഞ സീസൺ മുതൽ വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. സന്ദർശക വിസയിലെത്തുന്നവർക്കുള്ള വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ സ്വകാര്യ വാഹനങ്ങളിൽ ഉംറയാത്ര ചെയ്യുന്നതിനുള്ള വിലക്ക് നീങ്ങിയതായി പ്രാദേശിക പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. വിലക്കു നീക്കിയെങ്കിലും ചില നിബന്ധനകൾ സൗദി ഹജ്ജ് മന്ത്രാലയം കൊണ്ടുവന്നതായി ഖത്തറിലെ സ്വകാര്യ ഉംറ ഏജൻസികൾ അറിയിച്ചു. യാത്ര ചെയ്യുന്നതിനു മുമ്പ് ഔദ്യോഗിക ഉംറ ഏജൻസികളിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഈ വിവരങ്ങൾ ഏജൻസികൾ സൗദി ഹജ്ജ് മന്ത്രാലയത്തെ അറിയിക്കും. രാജ്യത്തെ ഉംറ ഏജൻസികളിൽ നിന്ന് ലഭിച്ച പരാതിയെ തുടർന്നായിരുന്നു സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഇതോടെ ഗൾഫ് നാടുകളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വന്നിരുന്നു. കഴിഞ്ഞ സീസണിൽ കൊണ്ടുവന്ന വിലക്ക് ഭാഗികമായെങ്കിലും നീക്കിയത് മലയാളി കുടുംബങ്ങളടക്കമുള്ള ഖത്തർ പ്രവാസികൾക്ക് ആശ്വാസമാകും. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കാത്ത 2 വൻ ടവറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സൗദി സിവിൽ ഡിഫൻസ് ഇടപെട്ട് നിർത്തിവെച്ചതായി ഔദ്യോഗിക വക്താവ് മുഹമ്മദ് ഹമ്മാദി അറിയിച്ചു. സിവിൽ ഡിഫൻസ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ റിയാദിൽ നടത്തിയ പരിശോധനയിലാണ് പദ്ധതികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത്. മനുഷ്യജീവനും സമ്പത്തിനും ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കാത്ത പദ്ധതികൾ തുടരാൻ അനുവദിക്കില്ലെന്ന് സിവിൽ ഡിഫൻസ് വക്താവ് കൂട്ടിച്ചേർത്തു. റിയാദിൽ അജ്ഞാത വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലായിരുന്ന മലപ്പുറം കൊണ്ടോട്ടി പള്ളിക്കൽ ബസാർ സ്വദേശി ഡോക്ടർ അഷ്റഫ് തരുവാര മരിച്ചു. 48 വയസ്സായിരുന്നു. 10 ദിവസം മുൻപാണ് അപകടം നടന്നത്. പരേതനായ തരുവാര മുഹിയുദ്ദീന്റെയും അരിപ്ര സ്വദേശി ഖദീജയുടെയും മകനായ ഡോക്ടർ അഷ്റഫ് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലും ജിദ്ദയിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിലും നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട്. 23 വർഷമായി സൗദി അറേബ്യയിലുള്ള അഷ്റഫ് സാമൂഹ്യ പ്രവർത്തന മേഖലയിലും സജീവമായിരുന്നു. കണ്ണൂർ സ്വദേശിനി ഹസ്രത്ത് ജമീലയാണ് ഭാര്യ. ഖത്തറിലെ സംസ്കൃതി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വിഷരഹിത പച്ചക്കറിയും ആരോഗ്യ സുരക്ഷയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 7-ന് സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിൽ വെച്ചാണ് സെമിനാർ. പ്രമുഖർ വിഷയത്തെ സംബന്ധിച്ച് ക്ലാസുകൾ നയിക്കും. റിയാദിൽ നയന മനോഹര ദൃശ്യമൊരുക്കി മെഗാ തിരുവാതിര. റിയാദ് ഇന്ത്യൻ ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷൻ പ്രവർത്തകരാണ് ഈദ് ഓണം ആഘോഷത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത്.
മലയാളത്തിലെ പ്രശസ്തമായ 6 ഗാനങ്ങളുടെ താളത്തിനൊത്ത് 15 മിനിറ്റോളം ചുവടുവെച്ച തിരുവാതിരയിൽ കുട്ടികളും സ്ത്രീകളുമടക്കം 40ഓളം കലാകാരികളാണ് അണിനിരുന്നത്. റിയാദിലെ അൽദുറ ഓഡിറ്റോറിയത്തിൽ മുന്നിലായിരുന്നു പ്രവാസ ലോകത്തിന് വേറിട്ട കാഴ്ചയൊരുക്കിയ മെഗാ തിരുവാതിര. 1 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് തിരുവാതിര അരങ്ങിലെത്തിയതെന്നും പ്രവാസ സമൂഹത്തിന് വേറിട്ട അനുഭവമാക്കാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നതായും തിരുവാതിര സംവിധാനം ചെയ്ത രമ്യ മുരളി പറഞ്ഞു. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അവർ പ്രാക്ടീസിനൊക്കെ, കുറെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് പ്രാക്ടീസിനൊക്കെ. റിയാദ് ഇന്ത്യൻ ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷന്റെ ഈദ് ഓണാഘോഷത്തിന്റെ സാംസ്കാരിക ചടങ്ങുകൾ റിഫ പ്രസിഡന്റ് ജിമ്മി പാൾസൺ ഉദ്ഘാടനം ചെയ്തു. ജയചന്ദ്രൻ നിറുവമ്പ്രം ഓണസന്ദേശം നൽകി. മാവേലി എഴുന്നള്ളത്ത്, പുലികളി, ഘോഷയാത്ര, ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങി നിരവധി കലാവിരുന്നുകൾ ചടങ്ങിന് കൊഴുപ്പേകി. റിഫ സെക്രട്ടറി ഹരികൃഷ്ണൻ സ്വാഗതവും പ്രോഗ്രാം ജനറൽ കൺവീനർ ബിജു മല്ലശ്ശേരി നന്ദിയും പറഞ്ഞു. പരിപാടികൾക്ക് റിഫ ഭാരവാഹികൾ നേതൃത്വം നൽകി. മീഡിയ 1 റിയാദ്. UDF LDF മുന്നണികളുടെ നയവൈകല്യമാണ് SNDPയെ BJP പാളയത്തിലെത്തിക്കാൻ കാരണമായതെന്ന് SDPI ദേശീയ സമിതി അംഗം നസറുദ്ദീൻ എളമരം പറഞ്ഞു. ദോഹയിൽ ഇന്ത്യൻ സോഷ്യൽ ഫോറം സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ SDPI 2000ഓളം സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ടെന്നും ഇതിൽ 300ഓളം സീറ്റുകൾ നിർണായകമാണെന്നും പാർട്ടി ദേശീയ സമിതി അംഗം നസറുദ്ദീൻ എളമരം ദോഹയിൽ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ സ്വന്തമാക്കാനാവുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി BJP ഒഴികെയുള്ള പാർട്ടികളുമായി തെരഞ്ഞെടുപ്പിൽ നീക്കുപോക്കുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെ BJP പാളയത്തിലേക്ക് തള്ളിവിടുന്നതിൽ ഇരു മുന്നണികൾക്കും പങ്കുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വെള്ളാപ്പള്ളിയെ അങ്ങനെ ഈ ഇടതുപക്ഷത്തിന്റെ BJPയുടെ ആലയിൽ കൊണ്ടുവെട്ടിക്കേണ്ട ഒരു കക്ഷിയായിരുന്നില്ല. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു നയവൈകല്യം UDFനും LDFനും സംഭവിച്ചിട്ടുണ്ട്. 2 കൂട്ടരും ഓഹരി വെക്കുന്നവരാണ്. 2 കൂട്ടരും ഓഹരി വെക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ നിന്ന് വെള്ളാപ്പള്ളിയുടെ വീതം കൂടി കൊടുത്താൽ അയാൾ കൂടെ നിൽക്കുകയായിരുന്നു. അത്രേ ഉള്ളൂ. മുസ്ലിം ലീഗിലെ KM ഷാജിയെ പോലുള്ളവർ നടത്തുന്ന വില കുറഞ്ഞ പരാമർശങ്ങൾ മുസ്ലിം ലീഗുമായുള്ള സഹകരണത്തിന് തടസ്സമാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷാജിയുടെ ഒരു നിലപാട് ഷാജിക്ക് തന്നെ എതിരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ വിനയായിക്കൊണ്ടിരിക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരു സഹകരണം, പ്രാദേശിക സഹകരണത്തിലൊന്നും ഷാജിയുടെ നിലപാടൊന്നും ഇതുവരെ ബാധിച്ചിട്ടായിട്ടൊന്നും അറിയുന്നില്ല. അതൊരു ആവേശമാണ്. ആ ആവേശം വളരെ വൈകാതെ കെട്ടടങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 6 വർഷങ്ങൾ കൊണ്ട് രാജ്യത്ത് 14 സംസ്ഥാനങ്ങളിൽ വേരോട്ടമുണ്ടാക്കാൻ SDPIക്കായതായും നാസറുദ്ദീൻ അവകാശപ്പെട്ടു. ഇന്ത്യൻ സോഷ്യൽ ഫോറം ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. പ്രവാസികൾക്ക് വോട്ടവകാശം നിഷേധിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ന്യൂനതയാണെന്ന് കോൺഗ്രസ് നേതാവ് T സിദ്ദിഖ്. ഈ വിഷയത്തിൽ CPMന്റെ നിലപാട് പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബഹ്റൈനിൽ ഹ്രസ്വ സന്ദർശനത്തിനെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസികൾക്ക് വോട്ടവകാശം നൽകുന്ന കാര്യത്തിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്യാമെന്ന് സർക്കാർ സർവകക്ഷി യോഗത്തിൽ ഉറപ്പു നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറകോട്ടു പോയതായി T സിദ്ദിഖ് പറഞ്ഞു. ഏകകണ്ഠമായ അഭിപ്രായം യോഗത്തിൽ ഉണ്ടായില്ലെന്ന് പറഞ്ഞാണ് കമ്മീഷൻ ഈ സമീപനം സ്വീകരിച്ചത്. CPM നിലപാടാണ് ഇതിന് കാരണമായി തീർന്നതെന്നും സിദ്ദീഖ് വ്യക്തമാക്കി. CPIM പ്രതിനിധി യോഗത്തിൽ പറഞ്ഞത് ഓൺലൈൻ വോട്ടിംഗ് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പരിശോധിക്കണം എന്നുള്ളതാണ്. CPIMന്റെ പരിശോധന ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. വിദേശ മലയാളികളുടെ ജനാധിപത്യ അവകാശം നിഷേധിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് CPIM വാദം സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഇലക്ഷൻ കമ്മീഷനും ആ തെറ്റായ നടപടി തിരുത്താൻ തയ്യാറാകണം. വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ പ്രബുദ്ധരായ മലയാളികൾ തള്ളിക്കളയുമെന്ന് സിദ്ദീഖ് പറഞ്ഞു. CPIMൽ നിന്നുള്ള അണികളുടെ ചോർച്ച വർഗീയതയ്ക്ക് കരുത്തുപകരലായി മാറരുതെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ പൊതുസമൂഹം CPM തകരരുത് എന്നാഗ്രഹിക്കുമ്പോഴും പാർട്ടി നേതൃത്വം ഇതാഗ്രഹിക്കാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും സിദ്ദീഖ് കൂട്ടിച്ചേർത്തു. മീഡിയ 1 ബഹ്റൈൻ. കേരള ഇസ്ലാമിക് ഗ്രൂപ്പിന്റെ കീഴിലുള്ള അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിൽ നിന്നും കഴിഞ്ഞ വർഷം 7ാം ക്ലാസ് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മസ്ജിദുൽ കബീർ ഓഡിറ്റോറിയത്തിൽ നടന്ന ബിരുദദാന സംഗമത്തിൽ KAG വിദ്യാഭ്യാസ ബോർഡ് ഡയറക്ടർ ഫൈസൽ മഞ്ചേരി അധ്യക്ഷത വഹിച്ചു. പൊതുപരീക്ഷ എഴുതിയ 23 വിദ്യാർത്ഥികൾക്കാണ് ചടങ്ങിൽ മൊമെന്റോയും സർട്ടിഫിക്കറ്റുകളും നൽകിയത്. ആമിർ അമീൻ, സിൻവാൻ മുഹമ്മദ്, ആയിഷ മുബീന എന്നീ വിദ്യാർത്ഥികൾ യഥാക്രമം 1, 2, 3 റാങ്കുകൾ നേടി. മസ്ജിദുൽ കബീർ ജാലിയാത്ത് വിഭാഗം തലവൻ യൂസുഫ് ഈസ അൽ ഷുയാബ്, KIG പ്രസിഡന്റ് KA സുബൈർ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി KM മൻസാർ, മദ്രസ പ്രധാനാധ്യാപകർ, PTA ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. കുവൈത്തിലെ ഫഹാലിയിൽ പുതുതായി ആരംഭിക്കുന്ന യൂണിറ്റി സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച്
പ്രവാസി സംഗമം സംഘടിപ്പിക്കുന്നു. മക്ക സ്ട്രീറ്റ് ഏഷ്യ സൂപ്പർ മാർക്കറ്റിന് സമീപമുള്ള യൂണിറ്റി സെന്ററിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് സംഗമം. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാനുമായ KV ഷംസുദ്ദീൻ സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും. പ്രവാസികളുടെ സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനുള്ള അവസരവും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. വിദ്യാർത്ഥിയുടെ കഴുത്തിനും തലയ്ക്കും അടിച്ച അജ്മാനിലെ പബ്ലിക് സ്കൂൾ അധ്യാപകനെതിരെ മന്ത്രാലയത്തിന്റെ നടപടി. വിദ്യാർത്ഥിയെ അടിക്കുന്ന ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്ന് അധികൃതർ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അജ്മാനിലെ ഒരു പൊതുവിദ്യാലയത്തിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ പെരടിയിലും തലക്കുപിറകിലും പൊതിരെ തല്ലിയ അധ്യാപകനെതിരെയാണ് അജ്മാൻ വിദ്യാഭ്യാസ മന്ത്രാലയം നടപടി സ്വീകരിച്ചത്. കിഡ്നിക്ക് അസുഖമുണ്ടായിരുന്ന വിദ്യാർത്ഥി 3ാമത്തെ തവണ മൂത്രപ്പുരയിൽ പോവാനാവശ്യപ്പെട്ടതോടെയാണ് അധ്യാപകൻ പ്രകോപിതനായത്. കുട്ടിയുടെ കിഡ്നി അസുഖം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് അജ്മാൻ എഡ്യൂക്കേഷൻ സോൺ അധികൃതർ വ്യക്തമാക്കി. ക്ലാസ്സിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ് അടിക്കുന്ന വീഡിയോ മൊബൈലിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ടീച്ചർ ഹിറ്റിംഗ് സ്റ്റുഡന്റ് എന്ന ഹാഷ്ടാഗിൽ 4000-ലധികം ട്വീറ്റുകളിലൂടെയും മറ്റുമാണ് ദൃശ്യം പ്രചരിച്ചത്. 12 വയസ്സുള്ള വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യം ട്വിറ്ററിലും മറ്റും വൈറലായതോടെ ചർച്ചയാവുകയും എമിറേറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള രാജ്യത്തെ മനുഷ്യാവകാശ സംഘടനകൾ ഇടപെടുകയും ചെയ്തു. മൊബൈൽ ദൃശ്യങ്ങൾ ബാലാവകാശത്തിന്റെ ലംഘനത്തിലുള്ള തെളിവാണെന്നും അധ്യാപകനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അതേസമയം അധ്യാപകനെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ പിതാവ് അജ്മാൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രാകൃതമായ ശിക്ഷാരീതികൾ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുവദിക്കില്ലെന്നും വിദ്യാർത്ഥികളുടെ അച്ചടക്കത്തിനായി ആധുനികമായ നിരവധി വഴികളുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി ഹുസൈൻ അൽ ഹമാദി പ്രതികരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ജനരോഷമുയർന്ന സാഹചര്യത്തിൽ മന്ത്രാലയം അധ്യാപകനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും സംഭവത്തെക്കുറിച്ച് വിശദമായി പഠിക്കാൻ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചതായും ഹമാദി പറഞ്ഞു. മീഡിയ 1 അജ്മാൻ. ഖത്തറിലെ കൾച്ചറൽ ഫോറം വിവിധ ജില്ലാ കൺവെൻഷനുകൾ നാളെയും മറ്റന്നാളും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലാ കൺവെൻഷനുകളാണ് നടക്കുന്നത്. ഇതിനു പുറമെ മണ്ഡലം കൺവെൻഷനുകളും നടക്കുമെന്ന് കൾച്ചറൽ ഫോറം ഭാരവാഹികൾ പറഞ്ഞു. BTS ടവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.